നമസ്കാരം. മതവിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ സലഫി പണ്ഡിതനും പ്രഭാഷകനുമായ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെയുള്ള കേസിൽ വിചാരണ ആരംഭിക്കുന്നു. നീണ്ട 9 വർഷത്തെ നിയമയുദ്ധത്തിന് ശേഷമാണ് വിചാരണ തുടങ്ങുന്നത്. അന്താരാഷ്ട്ര വിശ്വ ഹിന്ദു പരിഷത്ത് മുൻ നേതാവും ഹിന്ദു സേവാ കേന്ദ്രം സ്ഥാപകനുമായ പ്രതീഷ് വിശ്വനാഥ് 2016 നൽകിയ പരാതിയിലാണ് സലഫി പണ്ഡിതന് എതിരായ വിചാരണ തുടങ്ങുന്നത്. ക്ഷേത്രങ്ങൾ വേശ്യാലയം എന്ന് പറഞ്ഞ് നടത്തിയ പ്രസംഗത്തിന് എതിരെയായിരുന്നു പരാതി. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗങ്ങൾ ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു എന്നാണ് പരാതി. ഏകദൈവ ആരാധനയിൽ പങ്കുചേർക്കുന്ന ഷിർക്ക് പറ്റി പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗങ്ങളുടെ യൂട്യൂബ് ലിങ്കുകളാണ് പരാതിയിൽ തെളിവായി നൽകിയിരുന്നത്. വേശ്യാലയങ്ങൾക്ക് പണം നൽകുന്നതിനേക്കാൾ മോശമാണ് അമ്പലങ്ങൾക്ക് പണം നൽകുന്നതെന്ന തരത്തിലുള്ള മുജാഹിദ് ബാലുശ്ശേരിയുടെ തീവ്ര നിലപാടുകൾ നേരത്തെ വലിയ വിവാദമായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പ്രതീഷ് വിശ്വനാഥിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: വ്യാജമല്ലാത്ത ഒരു വാർത്ത പറയാം. ക്ഷേത്രങ്ങളിൽ കാണിക്കയിടുന്നതിനേക്കാൾ നല്ലത് വേശ്യാലയങ്ങളിൽ പൈസ കൊടുക്കുന്നതാണെന്നും അമൃതാനന്ദമയി ദേവിയുടെ അടുത്ത് പോകുന്നത് മോശപ്പെട്ട കാര്യമാണ് എന്നും പ്രസംഗിച്ച് ഹിന്ദുക്കളെ അപമാനിച്ച് പ്രസംഗിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ കേരളത്തിലുണ്ട്. പേര് മുജാഹിദ് ബാലുശ്ശേരി. 2016 ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. 9 വർഷത്തെ നിയമയുദ്ധങ്ങൾക്ക് ശേഷം കേസിന്റെ വിചാരണ ആരംഭിക്കുകയാണ്. ഇന്ന് മുജാഹിദ് ബാലുശ്ശേരിയോട് ജൂലൈ 10 പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് വിചാരണ തീരും വരെ ഇന്ത്യ വിട്ട് പോകരുതെന്ന് നിർദ്ദേശിച്ചു. അപമാനിക്കപ്പെട്ട ഹിന്ദു സമൂഹത്തിന് നീതി കിട്ടും വരെ മതമൗലികവാദികൾക്കെതിരെയുള്ള പോരാട്ടം തുടരും, പ്രതീഷ് വിശ്വനാഥ് കുറിച്ചു. ഹൈക്കോടതിയിൽ ഹിന്ദു അഡ്വക്കേറ്റ്സ് ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് പ്രതീഷ് വിശ്വനാഥ് പരാതി നൽകിയത്. എറണാകുളം സെൻട്രൽ പോലീസാണ് മുജാഹിദിനെതിരെ കേസെടുത്തത്. ബഹുദൈവ വിശ്വാസം തെറ്റാണെന്ന് പറയുന്നത് കുറ്റകരമല്ലെന്നായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിയുടെ വാദം. ഇസ്ലാമിക പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്ന മുജാഹിദ് ബാലുശ്ശേരി മറ്റു മതങ്ങൾ പിന്തുടരുന്നവരുടെ വികാരം വ്രണപ്പെടുത്താതെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടിയിരുന്നു എന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചിരുന്നു. ഒരാളുടെ വിശ്വാസത്തെ ഉയർത്തി കാണിക്കാൻ മറ്റൊരാളുടെ വിശ്വാസത്തെ ഇകഴ്ത്തി കാട്ടേണ്ടതില്ല. മതവും വിശുദ്ധ ഗ്രന്ഥങ്ങളും വെറുപ്പും അനൈക്യവും പടർത്താനല്ല, മറിച്ച് ഐക്യവും സഹിഷ്ണുതയും സാഹോദര്യവും വ്യാപിപ്പിക്കാനാണ് ഉപയോഗിക്കേണ്ടതെന്നും കോടതി പറഞ്ഞിരുന്നു.